ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമുക്കറിയാം ആ സമയത്ത് പാകിസ്ഥാനെ സഹായിച്ച രാജ്യങ്ങളായിരുന്നു തുർക്കിയും അസർബൈജാനും. അവിടെയുള്ള വിനോദയാത്രകൾ പോലും നിരോധിക്കുകയല്ല, പകരം അതിൽ നിന്ന് ഒഴിവാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ധാരാളം ഭാരതീയർ അതിൽ നിന്ന് പിന്മാറി, ടൂർ ഓപ്പറേറ്റേഴ്സ് അതിൽ നിന്ന് പിന്മാറി. ഇവരൊക്കെ ഭാരതത്തോടുള്ള ഒരു ഐക്യദാർഢ്യമാണ് അതിലൂടെ ലക്ഷ്യം വെച്ചത്. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഭാരത സർക്കാർ നമ്മളോടൊക്കെയായി പറഞ്ഞത്. വലിയ രീതിയിലുള്ള നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുമുണ്ട്. സസൂക്ഷ്മം തന്നെയാണ് അതിർത്തി ഗ്രാമങ്ങളടക്കം ഭാരത സൈന്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ചത് എന്നുള്ളത് തന്നെയല്ലേ ഗൗരവതരമായ വസ്തുത. ഇവിടെ വിദ്യാസമ്പന്നരാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല വിഷയം. പകരം ഇവർ ചെയ്ത പ്രവൃത്തി ഭാരതം ഒന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സമയത്ത്, കശ്മീർ ജനത പോലും പാകിസ്ഥാൻ മൂർദാബാദ് വിളിക്കുന്ന ഒരു സമയം, അവിടെയാണ് ഭാരതത്തിനെതിരെ മാത്രം വാതുറക്കുന്ന ഈ ക്രിക്കറ്ററെ ഇത്ര വലിയ രീതിയിൽ ആനയിച്ചു കൊണ്ടുവന്ന് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഔചിത്യബോധമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇതിൻ്റെ സംഘാടകരിൽ ആർക്കെങ്കിലും കൃത്യമായ ഒരു ഉദ്ദേശം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണം വന്നാൽ നമുക്കത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ ഈ പശ്ചാത്തലത്തിൽ. അങ്ങനെ ഒരു സംശയം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും. ഇതേ സംശയം തന്നെയാണ്. നോക്കൂ, എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഭാരതം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടർക്കി, അസർബൈജാൻ മുതലായ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഉൾപ്പെടെ, ടൂർ പാക്കേജുകൾ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് ടൂർ ഓപ്പറേറ്റേഴ്സ് സഹകരിച്ചു. നമ്മുടെ വലിയ രീതിയിലുള്ള ഇന്ത്യയുടെ ഡയസ്പോറ, ഇന്ത്യൻ വംശജർ, ഡയസ്പോറ എന്ന് പറയുമ്പോൾ അതിനെ മൂന്നായി വേണമെങ്കിൽ തിരിക്കാം. ഒന്ന്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സായ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന, ഇന്ത്യൻ പാസ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് അവരായിരിക്കുന്ന ഇടങ്ങളിലെ പാസ്പോർട്ട് ലഭിക്കാത്ത ആളുകൾ, അവർ ഇന്ത്യൻ പൗരന്മാരാണ്, അവർ തിരിച്ചു വരേണ്ടവരാണ്. അത് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി, ഇന്ത്യൻ വംശജരായ ആളുകൾ ഈ തലമുറയോ അതിന് മുൻപോ അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇടങ്ങളിലേക്കോ കുടിയേറി അവിടങ്ങളിലെ പൗരത്വം സ്വീകരിച്ച് ആ രാജ്യങ്ങളുടെ പൗരന്മാരായിരിക്കുന്നവർ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിനാണ്. അവർ ഇന്ത്യൻ പൗരന്മാരല്ല, പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിനാണ്. അതേപോലെ തന്നെ ഇന്ത്യയുമായി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ വംശജരായിരുന്ന ആളുകൾ, ഒരുപക്ഷെ ഈ ലേബർ ആവശ്യത്തിന് വേണ്ടിയോ യൂറോപ്യൻ വംശജർ പല ഇടങ്ങളിലേക്കായിട്ട് കൊണ്ടുപോയിട്ടുള്ളവർ, അതുപോലെ മലേഷ്യ, സിംഗപ്പൂർ ഭാഗത്തേക്ക് പണ്ട് പോയിട്ടുള്ള ആളുകൾ, അതുപോലെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഗയാന പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോയവർ, മൗറീഷ്യസ്, ഫിജി, സുരിനാം ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലേക്ക് പോയവർ, ഇവരെല്ലാം ഇന്ത്യൻ വംശജരാണ്, അതത് രാജ്യങ്ങളിലെ പൗരന്മാരാണ്. ഇതെല്ലാം തന്നെ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിഭാഗങ്ങളാണ്. ഇവരുടെ എല്ലാം ഗുഡ് വിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഇപ്പോഴത്തെ ആണിക്കല്ലെന്ന് പറയുന്നത് സോഫ്റ്റ് പവർ ഡിപ്ലോമസിയാണ്, മൃദുശക്തി നയതന്ത്രം. ആ മൃദുശക്തി നയതന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇന്ത്യൻ വംശജർ, അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശാല അർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഡയസ്പോറ. ആ ഇന്ത്യൻ ഡയസ്പോറ ഇന്ത്യയെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും അവരായിരിക്കുന്ന രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഡയസ്പോറ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. അപ്പോൾ പാകിസ്ഥാനും ഇതേ കാര്യമറിയാം. ലോകത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ ഡയസ്പോറ ഉള്ളത് ചൈനയ്ക്കല്ല, ഇന്ന് ഭാരതത്തിനാണ്. അത് ഇന്ത്യയുടെ അഭിമാനമാണ്. അത് ഇന്ത്യക്കുള്ള അനന്തമായ അവസരങ്ങളുടെ കലവറയാണ് ഈ ഡയസ്പോറ തുറക്കുന്നത്. ആ ഒരു പോയിന്റിലാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗൂഢശക്തികൾ, അത് പാകിസ്ഥാനാകാം, മറ്റു ചില റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങളാകാം, ആ ഡയസ്പോറയിലേക്ക് നടത്തുന്ന കടന്നുകയറ്റങ്ങളുടെ ആദ്യ സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേവലം യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമല്ല. അവിടെ ബൂം അഫ്രീദി എന്ന് വിളിച്ചത് ഒരുപക്ഷെ ഒരു മാസ് ഹിസ്റ്റീരിയ കൊണ്ടാണ്. അതിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം ആളുകളും എന്താണ് സംഭവിക്കുന്നത് എന്ന് ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ വിശകലനം ചെയ്യുന്ന രീതിയിലൊന്നും ചിന്തിച്ചു കാണില്ല. പക്ഷേ ചില ബുദ്ധികളെങ്കിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റി അലുമിനി അസോസിയേഷൻ്റെ, ബിടെക് അസോസിയേഷൻ്റെ ചില അംഗങ്ങളെങ്കിലും, ഭാരവാഹികളാകാം, സാധാരണ അംഗങ്ങളാകാം, ചില അജണ്ടകൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. ആ അജണ്ട വളരെ എളുപ്പം ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരിക. ഇവർക്ക് നന്നായിട്ടറിയാം, ഇവർ വിഡ്ഢികളൊന്നുമല്ല. നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല വിവരമുള്ള,
ആഗോള മാധ്യമങ്ങൾ അരിച്ചുപെറുക്കി വായിക്കുന്ന ആളുകൾ തന്നെയാണ്. അവർ എഞ്ചിനീയേഴ്സ് ആണെന്ന് ഓർക്കണം, ബിടെക് ഹോൾഡേഴ്സാണ്. ചിലർ എംടെക് ആണ്, ചിലർ ബിടെക് ആണ്. അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത കുറവൊന്നുമില്ല. അവർക്കറിയാം ഷാഹിദ് അഫ്രീദിയുടെ മുൻകാല പ്രസ്താവനകൾ ഇന്ത്യ വിരുദ്ധമായ പ്രസ്താവനകളാണ്. ഒരുപക്ഷെ ഷാഹിദ് അഫ്രീദിക്ക് ഇമ്രാൻഖാനെ പോലെ തന്നെ ഭാവിയിൽ പാക് രാഷ്ട്രീയത്തിൽ ഒരു കൈ, അടുത്ത ഇന്നിങ്സ് പാക് രാഷ്ട്രീയത്തിലാകും എന്ന ഒരു സൂചന ഉണ്ട്. കാരണം അതുകൊണ്ടാണ് കാശ്മീർ വിഷയത്തിൽ അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ, അതുപോലെ ഇന്ത്യയെ തരം കിട്ടുമ്പോഴെല്ലാം തന്നെ പരിഹസിക്കുന്ന നിലപാട്. ഇവിടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രഹാസം ഇളക്കുന്ന ഇന്ത്യ എന്ന രീതിയിൽ ഇന്ത്യ പരിഹസിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ഈ ആക്രമണ പരമ്പര അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധ ആക്രമണം അത് വെറും ഓലപ്പാമ്പായി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ ചില ജൽപ്പനങ്ങൾ. അതേപോലെ തന്നെ ഇന്ത്യയുടെ 8 ലക്ഷം വരുന്ന സൈനികർക്ക് ഒരു 26 ജീവൻ രക്ഷിക്കാൻ പഹൽഗാമിൽ സാധിച്ചില്ലേ, പിന്നെ നിങ്ങൾ എന്ത് സൈന്യമാണ്? ആ രീതിയിൽ നടത്തിയ പ്രസ്താവനകൾ അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പ്രിൻറ്റ് സൂചിപ്പിച്ച ഈ ഡാനിഷ് ഖനേറി, അദ്ദേഹം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ സ്പിന്നറായിരുന്നു, ഹിന്ദുവാണ്. അപ്പം അദ്ദേഹം എത്രത്തോളം പീഡനമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ ഡ്രസ്സിംഗ് റൂമുകളിൽ അനുഭവിച്ചിരുന്നത് എന്ന് തുറന്ന് പുറത്ത് പറയുന്ന ആളാണ്. ആ പീഡനം നടത്തിയവരിൽ, വിവേചനം കാട്ടിയവരിൽ, ഡാനിഷ് ഖനേറി എന്ന ഹിന്ദുവിനോട് വിവേചനം കാട്ടിയവരിൽ പ്രമുഖ സ്ഥാനമുണ്ടായിരുന്നത് ഇദ്ദേഹത്തിനാണ്, ഷാഹിദ് അഫ്രീദിക്കാണ്. അവിടെ വർഗീയമായി അല്ലെങ്കിൽ മതപരമായി മാത്രം ചിന്തിക്കുന്ന കുൽസിത ബുദ്ധിയുടെ ഉടമ അതാണ് ഷാഹിദ് അഫ്രീദി. അത് ഉമർ ഗുലിനെ കുറിച്ച് അത്രയൊന്നും പറയാനാവില്ല. പക്ഷേ ഷാഹിദ് അഫ്രീദിയുടെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്. അദ്ദേഹം നല്ലൊരു ഓൾറൗണ്ടറാണ്, നല്ല സ്പിന്നറാണ്, നല്ല ഹിറ്ററാണ്, നല്ലൊരു ബാറ്റ്സ്മാനാണ്, ഒക്കെ വെട്ടിക്കെട്ട് ബാറ്റ്സ്മാനാണ്. അതെല്ലാം നല്ല കാര്യം. അതൊക്കെ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമില്ല. ഷാഹിദ് അഫ്രീദി ഇന്ന് പറഞ്ഞ കാര്യങ്ങളിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്. കാരണം എന്താ, പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട് ഏറ്റവും ഭംഗിയായി നടക്കുന്നത് സ്പോർട്സ് താരങ്ങളും ഒക്കെ രംഗത്തിറങ്ങുമ്പോഴാണ്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന അഫ്രീദിയാണ് ഓരോ ശ്വാസത്തിലും രാഷ്ട്രീയം അല്ലെങ്കിൽ മതപരമായ സ്പർദ്ധ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഒരാളെ വിളിച്ച് അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും സൂഹിക്കുന്ന കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ വിഭവങ്ങൾ എനിക്കിഷ്ടമാണ്, അദ്ദേഹം ഒരിക്കൽ പോലും രുചിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അത് പൊളിറ്റിക്കലി കറക്റ്റായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അതെല്ലാം ആ സദസ്സിനെ ഒന്ന് കയ്യിലെടുക്കുന്നതിൻ്റെ ഭാഗമാണ്. ആ കയ്യിലെടുക്കുന്നതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള, ഇന്ത്യക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡാമേജ്, അത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുക കൂടെ ചെയ്തപ്പോൾ ഇന്ത്യക്കുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളുമാണ് ഷാഹിദ് അഫ്രീദി. അതുകൊണ്ട് ഇതൊരു പൂർണ്ണമായ ഒത്തുകളിയാണെന്ന് പറയാനാവില്ലെങ്കിലും സിറ്റുവേഷണൽ എത്തിക്സ് അനുസരിച്ച് കാര്യങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ഏതോ ഒരു 1-2 ചിന്തകൾ ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് അലുമിനി അസോസിയേഷനുകളുണ്ട് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത്, ഈ അലുമിനി അസോസിയേഷൻ്റെ മറവിൽ. അപ്പം ചെറിയ എളിയിടത്തെ വാദം കോച്ചുന്നൊരു പ്രമാണമുണ്ടല്ലോ. അതുപോലെ ഇങ്ങനെയുള്ള സംഘടനകളുടെ, ഇന്ത്യൻ ഡയസ്പോറ സംഘടനകളുടെ ചിറകിലേറി അതിൻ്റെ മറവിൽ ഇന്ത്യ വിരുദ്ധത. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം നടക്കുന്ന ആക്രമണ പരമ്പര അല്ല 1000 കട്ട് പോളിസി. അത് തീവ്രവാദികളെ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണം മാത്രമല്ല, 1000 കട്ട് പോളിസി. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ 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 മുറിവുകളും ഇന്ത്യയെ വേദനിപ്പിക്കും. ഒരുപക്ഷെ ആഴത്തിലുള്ള മുറിവുകളാണ് ആത്യന്തികമായി ഇത് വ്രണമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ഡയസ്പോറ ഇന്ത്യൻ ഡയസ്പോറ ആണ്. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ ഡയസ്പോറയിലെ ആളുകൾ വിരുദ്ധമായ സ്വരം സംസാരിക്കുന്ന ഓർത്ത് നോക്കൂ, അവർ അമേരിക്കൻ പൗരന്മാരാണ്. അപ്പം അവരെ നമുക്ക് നിയന്ത്രിക്കാനാവില്ല. ഇനിയുള്ള ആണ് കാതലായ ചോദ്യം. ഈ ഇന്ത്യൻ ഡയസ്പോറയെ അല്ലെങ്കിൽ ദുബായിലെ ഈ ക്യൂബ എന്ന് പറയുന്ന അസോസിയേഷൻ്റെ ഭാരവാഹികളെയും അവിടെ കൂടിയ ആളുകളെയും ഷാഹിദ് അഫ്രീദിയെ ആനയിച്ച് സംസാരിപ്പിച്ച ആളുകൾക്കെതിരെ എന്ത് തരം നടപടികൾ എടുക്കാൻ സാധിക്കും?